എന്താ പോടാ 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 പിന്നെ വെറുതെ നടന്നു എന്നെ പോടാന്ന് വിളിക്കണേ. കൺഗ്രാജുലേഷൻ. സത്യം പറയല്ലോ, ഇപ്പോഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടത്. എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരൻ ഞാൻ കണ്ടില്ല. എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാൻ മോനെ കെട്ടിച്ചു തരുള്ളൂ, സത്യമായിട്ടും. എന്തൊരു പൗരുഷം ഇത്. ഞാനേ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് പോട്ടണ്ടേ, അങ്ങോട്ട് ഒരു ഓട്ടോ പോട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കേ. അത് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൂടി അവർ ഓട്ടോ കയറ്റിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. അവനെ പിടിക്കാൻ വേണ്ടിയാ നിക്കേ. നമുക്ക് അങ്ങോട്ട് പോകാന്നേ. അല്ലാതെ എന്റെ കൂട്ടത്തിലൊന്നും നിക്കോ അങ്ങനെ ഒരു എനിക്കൊരു ഇതുണ്ടാവും. മോനൊന്നും നിന്നല്ല വേണ്ട പോലെ നമുക്ക് എന്താ വെച്ചാൽ അല്ല അങ്ങനെയല്ല. നമ്മൾ ഒരു പൗരുഷമുള്ള ഒരാൾ വേണം, അതാണ്. ഇത്രയും പൗരുഷം ആർക്കും ഞാൻ കണ്ടല്ല. നിർത്തറ വണ്ടി നിർത്തറ. ഈ വണ്ടി ഓട്ടത്തില്ല, വേറെ വണ്ടി വിളിച്ചു. എന്താ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയ നീ നീ ആരുടെ ഇവിടെ നോക്കി വണ്ടി ഓടിക്കണം? ഞാൻ റോഡിൽ കൂടെ നോക്കി വണ്ടി ഓടിക്കും. റോട്ടിൽ കൂടെ നോക്കി തന്നെയാണ് നീ വണ്ടി ഓടിക്കണത്. എന്താ കാര്യം പറ. എടാ നീ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പുറകോട്ട് എടുത്താ? ആ സമയത്ത് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൂടിയാ വണ്ടി കയറി പോയത്. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ചാ? ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച്. എന്താണ് ചേട്ടൻ പറയുന്നത്? എടാ നീ വണ്ടി പുറകോട്ട് എടുത്തോ? നീ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച്? ചേട്ടാ ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് പുറകോട്ട് എടുത്താ? ആ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട് ഫീൽ ചെയ്ത എനിക്ക്? കയറി ഇറങ്ങാനായിട്ട് ഫീൽ ചെയ്താ? അത് ഹമ്പ് ചാടിയതാണ്. എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് കൂടി കയറ്റിക്കൊണ്ടുപോയിട്ട് ഹമ്പ് ചാടിയതാണെന്നാ. ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പുറകോട്ട് എടുത്ത് അപ്പൊ ഒരു കൊച്ചു കുട്ടി ബാക്കിൽ നിൽപ്പുണ്ട്. നിക്കറായിട്ടൊന്ന് മുട്ടി. ഞാൻ ചോദിച്ചു മോനെ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല മാമ പൊക്കോന്ന് പറഞ്ഞു. അവന് ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു നാരങ്ങ മുട്ടായി മേടിച്ചു കൊടുത്തല്ലേ അവനെ പറഞ്ഞു വിട്ടത്. കാര്യം ഇതിനാണോ എന്റെ അമ്മ വിമാനം കയറി പോകാനുള്ള എനിക്ക് അതെ ഓട്ടം പോകട്ടെ. അതെ അവിടെ നിൽക്കുക, അങ്ങനല്ലല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി. എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കണം, നിന്റെ ഓട്ടോറിക്ഷ വലിഞ്ഞു കയറി എന്റെ മൂളി അറിയോ? വെറുതെ ആവശ്യമില്ലായ്മ പറയരുത്. ഞാൻ എന്ത് വർത്താനോ നീ പറയണത് അറിയോ? എടാ ഹോസ്പിറ്റലിൽ കൊച്ചു കിടക്കണം, അവന് 20,000 രൂപ ചെലവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വണ്ടി പുറകോട്ട് എടുത്തപ്പോ കൊച്ചിന്റെ നിക്കറായിട്ടൊന്ന് ടച്ച് ചെയ്തോളൂ, വേറെ ഒരു പ്രശ്നമില്ല. ടച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ അവൻ ആശുപത്രി കിടത്തേക്കണേ. താൻ വലിയ വർത്താനം പറയണ്ട. നിക്കറ് ടച്ച് ചെയ്തല്ല, അവന്റെ നെഞ്ചത്ത് കൂടിയാണ് ഓട്ടോറിക്ഷ കയറി പോയത്. അവന് 10 ദിവസത്തെ ബ്രെഡ് റോസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണ അറിയോ? ബ്രെഡ് റോസ്റ്റ് അല്ല, ബ്രെഡ് റോസ്റ്റ്. എന്തായാലും അത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. അതിന് വേണ്ടി കുറച്ച് കാശിന്റെ ചെലവുണ്ട്, അത് നീ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിന്നെ ഞാൻ വിടുമില്ല. നീ അതോർത്തിരിക്കും. 100 നിന്റെ അച്ഛനും കൂടെ കൊടുത്താൽ മതി. ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ എവിടെ എന്ത് കാണിച്ചാലും ഓട്ടോറിക്ഷക്കാരുടെ നെഞ്ചത്ത് കയറണം. ഓട്ടോ എവിടെ എന്തോ അല്ല, ഈ ഓട്ടോ ഇത് തന്നെ അപ്പി, ഇത് തന്നെ ആ എന്തോ ഈ ഓട്ടോ തന്നെ കയറുന്നത് ഞാൻ കണ്ടേക്കണേ. പെർമിറ്റ് ഉണ്ടാകുന്ന നോക്കി. പെർമിറ്റ് അതെ പെർമിറ്റ് ഉണ്ട് വണ്ടിക്ക്. ആ പെർമിറ്റ് ഉണ്ട്. എത്ര ലിറ്റർ വെള്ളം കിട്ടും? എന്താണ് ബുക്കും പേപ്പറും ഉണ്ടാകുന്ന നോക്കി. ബുക്കും പേപ്പറും ഉണ്ടാ? ബുക്കും പേപ്പറും ഇല്ല. വെല്ലും ബ്രേക്കും ഉണ്ട്. വെല്ലും ബ്രേക്കും ഉണ്ട്. അതന്നെ വലിയ കാര്യം അല്ലേ? നീ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കൊച്ചിന് 20,000 രൂപ ചെലവുണ്ട്, നീ അത് തന്നിട്ട് പോയാ മതി, ഇല്ല നിന്നെ ഞാൻ വിടില്ല. ഞാൻ വേറെ ഓട്ടോ വിളിച്ചു. ഇതിലൊരു സാക്ഷി വേണമല്ലോ. സാക്ഷി വേണം. അത് തല്ലിപ്പൊളിക്കല്ലേ? ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പൊക്കോളാം. പൈറ്റിപ്പഴുപ്പാണ്, തല്ലിപ്പൊളിക്കല്ലേ? പൈറ്റിപ്പഴുപ്പാണെങ്കിൽ നീ ഇപ്പൊ ഒരു ഡോക്ടറെ കാണ്, പഴുപ്പ് മാറ്റാതെ. നീ അത് നീ കൂടുതൽ വർത്താനം പറയരുത്. കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. ഇതെന്താണിത്? പിച്ചക്കാശ് ചോദിച്ചാലേ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അവനൊരു കുഴപ്പമൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. കാശ് വെക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല കേട്ടോ സുഹൃത്തെ, നടക്കൂല. 100 രൂപ 20,000 രൂപ കുറഞ്ഞ കളിയില്ല. കൊച്ചിന്റെ ദേഹത്തേക്ക് മാത്രമല്ല മുട്ട, കൊച്ചിന്റെ നെഞ്ചത്ത് കൂടെ കയറി പോയത് അറിയാമോ? ഞാനും മലയാള ഭാഷയിലെ കുറെ കാര്യങ്ങൾ തട്ടി കളിക്കണ്ട. കടന്നൽ കൂടെ ഇളകണ പോലെ ഇവിടെ ഓട്ടോറിക്ഷക്കാർ കൂടി കഴിഞ്ഞാൽ എന്ത് ഇപ്പൊ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അറിയാം നിനക്ക്. എടാ ഈ ഒരൊറ്റ പ്രശ്നം കാരണം എന്റെ ഭാര്യ ഒരു പണിക്ക് പോയിട്ടില്ല അറിയാമോ? ഭാര്യ പണിക്ക് പോയി. ഭാര്യ ഒരു പണിക്ക് പോയിട്ടില്ല. അവള് കുത്തി എന്റെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കും. കൊച്ചിന് ഇത് എന്ത് പറ്റിയെന്നാ പറയണേ? നമുക്ക് കൊച്ചിന് പോഷകമില്ല. പോഷകക്കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വണ്ടി ഇടിച്ചതിന് ശേഷം പോഷകക്കുറവുണ്ട്, നല്ല പോഷകഗുണമുള്ള ആഹാരം മേടിച്ചു കൊടുക്കണം. മറ്റേ ഹോർലിക്സ്, ബോൺവിറ്റ, കോംപ്ലാൻ, കുങ്കുമപ്പൂ ഇതൊക്കെ ഇട്ടിന് ഒരു പാല് കൊടുക്കണില്ല കൊച്ചിന്. എന്തൊരു കഷ്ടാണെന്ന് കേൾക്കണേ. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വണ്ടി ബാക്കിലെടുത്ത് കൊച്ചിനെ നിക്കറിട്ട് മുട്ടിയപ്പോ അവന്റെ പോഷകം എല്ലാം കൂടെ അവിടെ ഇറങ്ങി പോയോ? അല്ല പിന്നെ അവനെ പോടാ പറഞ്ഞു. നീ ആരാ പേടിപ്പിക്കണ? നീ നമ്മളെ പേടിപ്പിക്കണേ, നമ്മളോട് കളി അല്ല പിന്നെ. അറിയോ എന്റെ മോനെ ഇങ്ങോട്ട് വരൂ.
ഈ ഓട്ടോറിക്ഷമാരെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാമോടാ? എനിക്കറിയാം ഞാൻ ആരാ. ഏരിയ നിന്നെ കണ്ടുപോരുന്നു. എനിക്ക് എന്താ വേണ്ട? 100 രൂപ കാശ് വേണോ? ഇല്ല. വേണോ? വേണ്ട. വേണ്ടല്ലോ. എനിക്ക് 4000 രൂപ വേണം. 4000 രൂപ? 4000 രൂപ നിനക്ക് വേണോടാ? എനിക്ക് 4000. എന്റെ പെണ്ണുമ്പിള്ള പണിക്ക് പോകണില്ല, അറിയാമോ? പെണ്ണുമ്പിള്ള പോയിട്ട് എന്റെ കുടുംബം കഴിച്ചിരുന്നത്. മിണ്ടി പോരുത്. നിന്റെ നഷ്ടദാരിദ്ര്യം പറച്ചില് കാരണം ഒരു 200 രൂപ കാശ് തരാൻ വേണോ? 200 രൂപ കാശിൽ നടക്കൂല. വേണ്ടേ? ഒരു 3500 3500 രൂപയിൽ. എടാ കൊച്ചിന്റെ നിക്കറേറ്റ് മുട്ടിയപ്പോ ഈ 3500 രൂപയ്ക്ക് എന്താണ് അവന്? 3500 കുറഞ്ഞുള്ളൊരു കളിയില്ല. 3500 തരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. സത്യം, എന്റെ നെഞ്ചത്ത് കൂടെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. കൂടുതൽ വർത്താനം പറയരുത്. ഇനി എന്റെ അവസ്ഥ ഒന്ന് ചേട്ടൻ മനസ്സിലാക്കും. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം അരി മേടിക്കാൻ. നമ്മൾ വലിയ സെറ്റപ്പുള്ള വീട്ടിലൊന്നും അല്ല. അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ. ഞാനൊരു പണിക്ക് പോകണില്ല. എന്റെ പെണ്ണുമ്പിള്ള പണിക്ക് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കറിയോ? എന്റെ പെണ്ണുമ്പിൾക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്നറിയോ? ആ കാശെങ്കിലും തന്നുകൂടെ നിനക്ക്? ഒരു ദിവസം എന്റെ പെണ്ണുമ്പിൾക്ക് 2000 രൂപ കിട്ടുമറിയോ? ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാശെങ്കിലും എനിക്ക് തന്നെ. എന്റെ പെണ്ണുമ്പിള്ളക്ക് 2000 രൂപ കിട്ടുമെങ്കിൽ ആകാശ് താനത് പറഞ്ഞു. എന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടുന്നത് 10-2000 രൂപയാണോ ഞാൻ ജീവിക്കണത്? ചേട്ടന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് 2000 രൂപ കിട്ടും ഒരു ദിവസം. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കണം. ചേട്ടന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയാൽ 2000 രൂപ കിട്ടുമെന്ന്? അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അമ്മണി എന്ന് പറയണത് എന്റെ ഭാര്യ അല്ല? അതെ, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കണ അമ്മണിയാണ്. അമ്മണി എന്റെ ഭാര്യ. അത് തന്നെ 2000 കിട്ടും ഒരു ദിവസം പണിക്ക് പോയാ. പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കുന്ന അമ്മണിയുടെ കെട്ടിയവനാണല്ലേ? 2000 കിട്ടും അമ്മണിക്ക് ഒരു ദിവസം പണിക്ക് പോയാ. എന്റെ പൊന്നി ചേട്ടാ, അമ്മണിക്ക് ഒരു ദിവസം 2000 രൂപയൊന്നും ഇല്ല. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരോട് വേണം ചോദിച്ചോ, അമ്മണിക്ക് ഒരു ദിവസം 200 രൂപയേ ഉള്ളു. ചാളവർഗീസിന്റെ അച്ഛനാണ് കുമ്പാരി ചാളയാണ് 40 രൂപ വാരി കൊടുക്കുന്നുണ്ട്. ചേട്ടന് എന്നും ചാള മാത്രം ഉള്ളത്. എന്റെ പൊന്നു കുമ്പാരി കടലിൽ പോട്ട് പോലില്ല. നീ പോട്ടെ, പിന്നെ എവിടെ പോകണം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് 5 രൂപ ചാള മതി. 5 രൂപക്ക് ചാളയമാണ് ഞാൻ കടയിൽ പോണ ബോട്ടിന്റെയും വള്ളത്തിന്റെയും വഴിയും പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിനക്ക് ചാള വരാൻ നല്ല സൗകര്യം വെച്ച് അല്ല. പിന്നെ ഓടെ ചാള വർഗീസേ. വാരി വാരി കൊടുത്തു. ആ പോയിച്ചേ എടക്കണ മീനാണ് കേട്ടാ. 40 രൂപയുള്ളൂ. ആ വിളക്കണ മീൻ 1 കിലോ 40 രൂപയ്ക്ക്. ആ വാരിക്കോരി കൊടുക്കണം. എങ്ങനെയുണ്ട് കുമ്പാരി? ആ കുഴപ്പമില്ല. 2 പോയി. ആണോ? എപ്പോ 2 പോയല്ലോ? 2 കാക്കോത്തിക്കൊണ്ട് പോയി. ഞാനീ വഴിമുത്ത് പറഞ്ഞിട്ട് ഒരു മീൻ പോലും പോണില്ല കേട്ടോ. ആ വെടക്കണ മീന്, ആ വെടക്കണ മീന്, ആ വാരിക്കോരി കൊടുക്കണം. വെടക്കണ മീന് ഇരിക്കണില്ലല്ലോ. ആ അത് ചരിഞ്ഞിരിക്കാണ്. 2 ചാള എടുത്താൻ കടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും. പറഞ്ഞ പോലെ ശരിയല്ല, ചാക്കി വെച്ചു കൊടുക്കല്ലേ? ആ അങ്ങോട്ട് വെച്ചു കൊടുക്ക. താകറിയാസ് ചാക്കി. ആ കൊള്ള കലക്കിയട്ടാ. ആ കൂടെ അങ്ങനെ കൊണ്ട് അങ്ങോട്ട്. ഇതങ്ങനെ ചാള വാരി വാരി കൊടുക്കണ. പിന്നെ എന്തൊക്കെയുണ്ട് കുമ്പാരി വിശേഷങ്ങള്? ആ സുഖം തന്നെ. ആ വെടക്കണ മീന്, ആ വെടക്കണ മീന്. പെടക്കണ മീനെന്ന് പറഞ്ഞിട്ട് പെടക്കണില്ലല്ലേ? ആ ഇത്ര നേരം കിടന്ന് പിടക്കായിരുന്നു. പിന്നെ 24 മണിക്കൂറും പിടക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം കിടക്കണ മീനെ എന്ന് പറ. ഇത് കിടക്കണല്ല ഇപ്പൊ. ആ കുമ്പാരിയുടെ പാട്ടിന് പോയിക്കേ. പോകാൻ നോക്ക്. അല്ല ഇത് എന്നാണ് കുമ്പാരി? ഇത് എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം. എന്താണ് ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഏരിയ ആക്കാൻ പറ്റി സെക്കൻഡ്? അല്ല ഞങ്ങൾ ഒരാൾ ഇവിടെ വിൽക്കണ കാണാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് കച്ചവടം ചെയ്യേണ്ട കുമ്പാരി. കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ ഏരിയയിൽ വന്നിരുന്ന് വിൽക്കല്ലേ. കിടക്കണ മീനാണ് കേട്ടോ. 40 രൂപക്ക് വാരി കൊടുക്കണേ. ആ 40 രൂപയ്ക്ക് ഇതിന്ന് വാരണ്ട, അതിന്ന് വാരി കൊടുക്കില്ല. അങ്ങാടെങ്ങാനും മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി? ജീവിക്കാൻ സമ്മതിക്കുകയല്ലേ? വെറുതെ ആവശ്യമുണ്ട്. അല്ല കുമ്പാരിയുടെ മോളാരണ്ടിന്റെ പൊളിച്ചോടി പോയെന്ന് കേട്ടായിരുന്നല്ലോ. അവ ഒരുത്തന്നോട് ഒളിച്ചോടി പോയിട്ട് രാവിലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതെന്നാ പറ്റി ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങാട് പോകുന്നത്? ആ ചെറുക്കന് ഭയങ്കര കൂർക്കമ്മലിയാണ്. അവ രാവിലെ വീട്ടിൽ വന്നിരിക്കുന്നു. ആണല്ലേ? നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ മധുര സ്വപ്നങ്ങൾ അയവിറക്കാൻ എന്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് മധുര നിമിഷങ്ങൾ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ഷുഗറാണ്. അയ്യോ എന്റെ പൊന്നു പണ്ടാരെ ഷുഗർ പിടിച്ച. ഷുഗറും പിടിച്ചൊന്നും പറയാതിരിക്കണ. തന്റെ മോൾക്ക് വല്ല ദോഷം വല്ലതും ഉണ്ടാ? ദോഷം ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ മാറ്റിയേക്കണേ. ആ കല്യാണത്തിന് മുമ്പ് വല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ. ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങാട് മാറി. അയ്യോ അതെന്ത് ദോഷം? സന്തോഷം.
പറഞ്ഞ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ സാധനം ഇല്ല ഇപ്പൊ. അതെ അതെ. അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി എന്ന് പറഞ്ഞ. ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കും. ഞാനൊരു ഇതൊന്നും എടുത്ത് മാറ്റിക്കോട്ടെ കേട്ടാ. ഇപ്പൊ പിള്ളേര് വരുവാ. എന്താണ് കുമ്പാരി ചെതമ്പലൊക്കെ എടുത്ത് പറിച്ച് അങ്ങാട് വെക്കണത്? ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും. അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടിത്തിളങ്ങുന്നു. ഓ സ്റ്റേജിൽ നിൽക്കുമ്പോ തിളങ്ങണ സാധനം. അത് തന്നെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പിള്ളേര് എന്താണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ്. അല്ലേ കുമ്പാരിയുടെ മകൻ നാടകത്തിലാ? നാടകത്തിൽ അഭിനയിച്ചറിഞ്ഞായിരുന്ന അവൻ പേരും മാറ്റി. ഇപ്പൊ അവന്റെ പേര് മാറ്റി. അവനിപ്പൊ പേരിട്ടാക്കണ എന്താണെന്നറിയോ? സുന്ദറിലാലി ചെട്ടി എന്ന്. അയ്യോ എന്റെ തമ്പുരാനെ, അത് ഹിന്ദിയാണ്. ഹിന്ദി പേരാണ്. ഹിന്ദിയിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്താണ്? സുന്ദരം എന്ന് പറഞ്ഞ എന്താണ്? മനോഹരം. മനോഹരമായ. ലാൽ എന്ന് പറഞ്ഞ എന്താണ്? മോഹൻലാലാണ്. അല്ലെന്ന് ചുവപ്പ്. അപ്പൊ പിന്നെ ചെട്ടി അതറിയല്ല. അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാ. പടച്ചോനെ, അവന് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേരും ചുമന്നും കൊണ്ട് കിടക്കണ പെടക്കണ മീനാണ്. അവിടെ അങ്ങനെ വെച്ചിട്ട് പോ. അല്ല പിന്നെ അല്ല കുമ്പാരിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. കുമ്പാരി ചാകാൻ പോയെന്ന് കേട്ടല്ലേ കുളത്തിൽ ചാടി? എന്റെ പൊന്നെ, ഞാൻ ഭാര്യയായിട്ട് 1-2 പറഞ്ഞത് കുളത്തിൽ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോണത് ചാകാൻ പോണെന്നാണ് ഇവിടെ പറയണത്. ഇപ്പൊ അതല്ലെന്ന് ചെറിയൊരു ഏക്കച്ചക്കലുണ്ടായി ഞങ്ങൾ കുളിക്കാനായിട്ട് പോയതാണ്. ഞാൻ ചാകാൻ പോണെന്ന് പറഞ്ഞ ഭയങ്കര കാർ. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടാ. പണ്ടത്തെ പോലെയല്ല. പണ്ടങ്ങനെ ഭർത്താക്കന്മാര് ചാടുമ്പോ എന്തോ ഭാര്യമാര് ചാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മതിയെന്നാ. പിന്നെ ഇത് രതീഷ് അല്ല രതിയല്ലല്ലോ, വേറെ കണ്ടും സതി. കാലമൊക്കെ പോയട്ടാ. പണ്ട് ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും. ഇപ്പൊ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു. അല്ല ഇവൻ എന്നതാ ഉറങ്ങിയാണ് അവൻ? പയ്യ ലോട്ടറി വിൽക്കണ പയ്യൻ. അവരെന്താ ഉറങ്ങിയാണ്? എന്താണ് ഇങ്ങനെ ഉറങ്ങണത്? അവൻ ഉറങ്ങണേണ്. അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല. ഇതേതാണ്ട് ചത്തുറങ്ങണേണ്. ഇതിപ്പോ ഒരെണ്ണം കൊടുത്താ കടിച്ചു പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കോളൂ. ഇതെന്താണ് കുമ്പാരി? എന്താണിത്? വെടക്കണ മീനാണെന്ന് പറഞ്ഞിട്ട് എന്താണ്? ഇതെന്താണ്? ചീഞ്ഞതാണല്ലേ? എന്താണ് ചീഞ്ഞതാണ്? വയറ് ചാടിയിരിക്കണല്ല. അയ്യോ, ഇത് വയറ് വീർത്തിരിക്കണല്ല. ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട? അവനാള് ശരിയല്ല. അവൻ ചെറിയൊരു പണി കൊടുത്തതാണ്. മീനാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റൂലേ? പിന്നല്ല. അല്ല കുമ്പാരി, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. കുമ്പാരിയുടെ മകള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ. ഇങ്ങനെ കോളേജിൽ പോയി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞ് സിനിമയിട്ട് എന്നാ പറ്റൂലട്ടാ. സിനിമയിൽ ഷോർട്ട് ഇടുന്നുണ്ട്, പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയല്ല. പക്ഷെ അവക്കൊരു ഭൂതിയാണ്. ഭൂതി കൊണ്ട് കാര്യമില്ല. ഭൂതി ഒന്നും നടക്കുകയല്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം. അങ്ങനെ പറയല്ലേ കുമ്പാരി? മകൾക്ക് അതുണ്ടാ? എന്റെ മകൾക്ക് യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്. എവിടെ ഉണ്ടെന്നാണ് പറയണത്? ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, പിന്നെ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങളുടെ വന്ന വഴി കണ്ട കാഴ്ച എന്താണ്? ഞങ്ങൾ വീടിന്റെ ഡോർ തുറന്നപ്പോ 4 യുവാക്കളെ പിടിച്ച് കട്ടിത്താഴെ എടുത്തിരിക്കണം. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ല. ഇവിടെ സിനിമയിൽ വിട്ടാലുണ്ടല്ലോ, നിങ്ങൾക്കത് ആളവാരിക്കോരണ പോലെ കോരാ. വാരി ഇതിലിട്ട് കോരല്ലേ? ഇതിലിട്ട് കോരി പോവടുന്നു. ഇങ്ങനെ കോരാൻ നടക്കണേ. അല്ല കുമ്പാരി, വേറൊരു വിശേഷം പറഞ്ഞ നമ്മുടെ കിഴക്കേതല സരസു പ്രസവിച്ചിട്ടാ. ഒറ്റ പ്രസവത്തിൽ 5 പെമ്പിള്ളേര്. അതങ്ങനെയാണ് കുമ്പാരി. ഒരു ദുരന്തം വരുമ്പോ കൂട്ടത്തോടെ വരും. പോയിച്ച് കിലോ 40 രൂപ. ഇവനെന്നാ ഇരട്ടപ്പേര് വിളിച്ചു മടങ്ങിയവനാണ് കേട്ടോ. പിന്നെ അതൊന്നും എനിക്കറിയണ്ട. ചാള കിലോ 40 രൂപ. ചാളക്ക് കിലോ 40 രൂപ വിലയില്ലട്ടാ. പിന്നെ എന്ത് വില വരും? 40 രൂപ വിലയൊന്നുമില്ല. 40 രൂപ നിനക്കാണെങ്കിൽ ഞാൻ 30 രൂപ വന്നേക്കാം. 30 രൂപ അത് കൊള്ളാല്ല. താനെന്താ പണി കാണിക്കണത്? ഇതിന്റെ ഇടയ്ക്ക് എന്നിട്ട് താൻ 30 രൂപ കൊലത്താ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ, ആ പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെയാണ് ഒരു കാര്യം, ഞാൻ 20 രൂപ തരാം. 20 രൂപ ചാലെടുത്തു. അല്ല കുമ്പാരി വേറെ പണിയില്ലേ? 20 രൂപ തരണ്ട. 10 രൂപ കഴിഞ്ഞാൽ 1 കിലോ ചാളയാണ്. 10 രൂപ കഴിച്ചാലും ചാള. പിന്നെ എന്ത് പണിയാണ് കുമ്പാരി കാണിക്കണത്? വില കുറച്ച് ചാള ഇപ്പൊ വെറുതെ വേസ്റ്റ് പോലെ ആവുമല്ലോ. നിങ്ങളുടെ ചാള അവിടെ നിന്ന് വേസ്റ്റ് ആകട്ടെ. എന്നാ ഒരു കാര്യം, ഞാൻ 10 രൂപക്ക് തന്നെ. ഈ 10 രൂപക്കുള്ള ചാള ഇല്ലെന്നേ. 10 രൂപക്കുള്ള ചാള ഇല്ലെന്ന്. ഇത്രയും ചാള 10 രൂപക്ക് പോരെ. ഇങ്ങോട്ടുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 കിലോ ചാളക്ക് 5 രൂപയാണെങ്കിൽ ഞാൻ തരാം. അതെ, ഉറപ്പിക്കാം. എന്താ ഒരു കാര്യം ചെയ്യും, എന്റെ ചാള ഞാൻ 5 രൂപക്ക് തന്നേക്കാം. ഓക്കെ. തന്റെ ചാള മാത്രം പോകുള്ളൂ. സ്ഥലം കാണിക്കാം. അപ്പൊ എനിക്ക് 5 രൂപ വീട്ടിൽ ചെല്ലുമ്പോ. ഇത് നഷ്ടക്കച്ചവടമായി പോയേട്ടാ.
ചാള വാരി വാരി വിൽക്കണേ. പിടക്കണ ചാള കിലോ 80 രൂപ.